പ്രിയേക ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന ഭാഗം സംഖ്യാപുസ്തകത്തിലെ 5ഉം 6ഉം അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ നിയമങ്ങളും ചട്ടങ്ങളും നിറഞ്ഞവയായി തോന്നാമെങ്കിലും അവയുടെ അടിയിലായി വിശുദ്ധി, പരിശുദ്ധി, മാനസാന്തരം, സമർപ്പണം, പുനഃസ്ഥാപനം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നീ ആഴമുള്ള ആത്മീയ സത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ അധ്യായങ്ങൾ ദൈവം ഇസ്രായേലിനെ ഒരു ജാതിയായി മാത്രമല്ല, തൻ്റെ സ്വഭാവത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധ സമൂഹമായി കാണുവാൻ ആഗ്രഹിച്ചു എന്നത് വെളിപ്പെടുത്തുന്നു. സംഖ്യാപുസ്തകം 5-ാം അധ്യായം ദൈവം മോശയോട് പാളയത്തിൽ നിന്ന് അശുദ്ധരായവരെ മാറ്റി നിർത്താൻ കൽപ്പിക്കുന്നതോടെയാണ് ആരംഭിക്കുന്നത്. ചർമ്മരോഗം, ശരീരസ്രാവം, ശവസ്പർശം എന്നിവ മൂലം ആചാരപരമായി അശുദ്ധമായവരെ പുറത്താക്കണം എന്ന് ദൈവം പറഞ്ഞു. ഇത് വെറും ആരോഗ്യ നിയമമല്ലായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ദൈവം ഇസ്രായേലിൻ്റെ നടുവിൽ വസിച്ചതിനാൽ പാളയം വിശുദ്ധമായി നിലനിൽക്കേണ്ടതുണ്ടായിരുന്നു. ശേഷം ഈ അധ്യായം പാപസമ്മതവും നഷ്ടപരിഹാരവും സംബന്ധിച്ച് സംസാരിക്കുന്നു. ഒരാൾ മറ്റൊരാളോട് പാപം ചെയ്താൽ പാപം സമ്മതിക്കുന്നതിൽ മാത്രം മതിയാകാതെ എടുത്തത് തിരികെ കൊടുക്കുകയും അതിനോടൊപ്പം നഷ്ടപരിഹാരവും നൽകുകയും വേണം. യഥാർത്ഥ മാനസാന്തരം ഉത്തരവാദിത്വവും പുനഃസ്ഥാപനവും നീതിയും ഉൾക്കൊള്ളുന്നതാണെന്ന് ദൈവം ഇസ്രായേലിനെ പഠിപ്പിക്കുകയായിരുന്നു. അധ്യായത്തിൻ്റെ അവസാന ഭാഗം വിവാഹ വിശ്വാസ്യതയെ സംബന്ധിക്കുന്ന അപരാധ ജ്ഞാപക ഭോജനയാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഭർത്താവിന് തെളിവില്ലാതെ ഭാര്യയെക്കുറിച്ച് അവിശ്വാസ സംശയമുണ്ടായാൽ ആ കാര്യം പുരോഹിതൻ്റെ മുഖാന്തരം ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. ഇവിടെയുള്ള പ്രധാന സത്യം മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരിക്കലും മറഞ്ഞിട്ടില്ല എന്നതാണ്. എല്ലാ രഹസ്യങ്ങളെയും അറിയുന്ന നീതിമാനായ ന്യായാധിപൻ ദൈവമാണ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം നാസീർ വ്രതത്തെ പരിചയപ്പെടുത്തുന്നു. ഒരു പുരുഷനോ സ്ത്രീയോ ഒരു നിശ്ചിത കാലത്തേക്ക് ദൈവത്തിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെടാൻ സ്വമേധയാ തീരുമാനിക്കാമായിരുന്നു. ആ കാലയളവിൽ അവർ വീഞ്ഞ് വിട്ടു നിൽക്കണം, ശവത്തെ സ്പർശിക്കുന്നത് ഒഴിവാക്കണം, തലമുടി മുറിക്കരുത്. ഈ പുറം കാര്യങ്ങൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജീവിതത്തെ പ്രതിനിധീകരിച്ചു. നാസീർ വ്രതം സമർപ്പത ജീവിതത്തിന് ത്യാഗവും ആത്മനിയന്ത്രണവും ദൃശ്യമായ ഭക്തിയും ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമായിരുന്നെങ്കിലും ചിലർ കൂടുതൽ ആഴത്തിലുള്ള സമർപ്പണം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ അധ്യായം തിരുവെഴുത്തിലെ ഏറ്റവും മനോഹരമായ അനുഗ്രഹ വചനങ്ങളിൽ ഒന്നുകൊണ്ടാണ് അവസാനിക്കുന്നത്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഈ അനുഗ്രഹം ദൈവത്തിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് അനുസരണം മാത്രമല്ല ആഗ്രഹിച്ചിരുന്നത്, കൂട്ടായ്മയും സംരക്ഷണവും കൃപയും സമാധാനവും നൽകുവാനാണ് അവൻ ആഗ്രഹിച്ചത്. ഈ അധ്യായങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ശക്തമായി ഊന്നിപ്പറയുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേലിൻ്റെ നടുവിലുണ്ടായിരുന്നതിനാൽ വ്യക്തിപരവും സമൂഹപരവുമായി വിശുദ്ധി ആവശ്യമായിരുന്നു. വിശുദ്ധി ദൈവത്തിന് പ്രധാനപ്പെട്ടതിനാൽ പാപത്തെ ലഘുവായി കണ്ടിട്ടില്ല. പുതിയ നിയമത്തിൽ വിശ്വാസികളും സഭയും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പഠിപ്പിക്കുന്നു. ഇസ്രായേൽ പാളയത്തിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടുന്നത് പോലെ ക്രിസ്ത്യാനികളും ചിന്തകളിലും വാക്കുകളിലും ബന്ധങ്ങളിലും പെരുമാറ്റത്തിലും പരിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അധ്യായം 5 പഠിപ്പിക്കുന്നത് പാപം ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, മനുഷ്യബന്ധങ്ങളും തകർക്കുന്നു എന്നതാണ്. യഥാർത്ഥ മാനസാന്തരം സമ്മതവും താഴ്മയും കഴിയുന്നിടത്തോളം പുനഃസ്ഥാപനവും ഉൾക്കൊള്ളുന്നു. മറ്റുള്ളവർക്ക് ചെയ്ത തെറ്റുകളെ അവഗണിച്ചുകൊണ്ട് ദൈവത്തോട് മാത്രം ക്ഷമ ചോദിക്കുന്നത് ക്രിസ്തീയതയല്ല. അപരാധ ജ്ഞാപക ഭോജനയാഗം നമ്മുടെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന മേഖലകളെ ദൈവം കാണുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയം പരിശോധിക്കുന്നു. രഹസ്യപാപങ്ങൾ, മറഞ്ഞ കയ്പ്, കപടഭക്തി, അവിശ്വാസം എന്നിവയെല്ലാം ദൈവസന്നിധിയിൽ വെളിപ്പെട്ടവയാണ്. അധ്യായം 6 സമർപ്പിത ജീവിതത്തിൻ്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്നു. നാസീർ വ്രതം ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തെ പ്രതിനിധീകരിക്കുന്നു. പുതിയ നിയമത്തിൽ വിശ്വാസികൾ ജീവനുള്ള യാഗങ്ങളായി ദൈവത്തിന് സമർപ്പിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീയ പക്വതയ്ക്ക് ആത്മനിയന്ത്രണവും പാപകരമായ സ്വാധീനങ്ങളിൽ നിന്ന് വേർപാടും ഉദ്ദേശപൂർവമായ ഭക്തിയും ആവശ്യമാണ്.
പുരോഹിതാനുഗ്രഹം ക്രിസ്തുവിലൂടെയുള്ള ദൈവകൃപയുടെ പൂർണ്ണതയെ പ്രവാചകത്വപരമായി സൂചിപ്പിക്കുന്നു. യേശുവിൽ നാം ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കരുണയും സമാധാനവും അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ പ്രകാശിക്കുന്ന മുഖം രക്ഷയിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ട ദൈവ സഹവാസത്തെ സൂചിപ്പിക്കുന്നു. ഈ അധ്യായങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. വിശുദ്ധിയെ അവഗണിക്കുകയും വിട്ടുവീഴ്ച സാധാരണമാക്കുകയും ചെയ്യുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സംഖ്യാപുസ്തകം 5 ദൈവം ഇന്നും പരിശുദ്ധിയെയും സത്യസന്ധതയെയും ഉത്തരവാദിത്വത്തെയും പുനഃസമാധാനത്തെയും ശ്രദ്ധിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനി മനഃപൂർവ്വം മാനസാന്തരമില്ലാതെ പാപത്തിൽ തുടരുമ്പോൾ അത് വ്യക്തിപരമായ ആത്മീയ ജീവിതത്തെയും സഭാസമൂഹത്തെയും ബാധിക്കുന്നു. ദൈവം സത്യസന്ധമായ സമ്മതത്തിലേക്കും പുനഃസ്ഥാപനത്തിലേക്കും വിളിക്കുന്നു. നഷ്ടപരിഹാരത്തിൻ്റെ സിദ്ധാന്തവും ഇന്നും പ്രധാനമാണ്. വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ അനീതിയിലൂടെയോ ഒരാളെ നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ മാനസാന്തരം കഴിയുന്നിടത്തോളം പുനഃസമാധാനം അന്വേഷിക്കണം. അധ്യായം 6 നാസീർ സിദ്ധാന്തം ഇന്നത്തെ ദൈവജനത്തെ സമർപ്പണത്തെക്കുറിച്ച് വെല്ലുവിളിക്കുന്നു. പലർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെങ്കിലും വ്യക്തിപരമായ സമർപ്പണമില്ല. എന്നാൽ ആഴത്തിലുള്ള ആത്മീയ ജീവിതത്തിന് പ്രാർത്ഥനയിലും തിരുവചന ധ്യാനത്തിലും ആരാധനയിലും ലൗകിക സ്വാധീനങ്ങളിൽ നിന്നുള്ള വേർപാടിലും ആത്മനിയന്ത്രണം ആവശ്യമാണ്. സമർപ്പിത ജീവിതം ശുശ്രൂഷകന്മാർക്കോ മിഷണറിമാർക്കോ ആത്മീയ നേതാക്കൾക്കോ മാത്രം വേണ്ടിയുള്ളതല്ല. ഓരോ വിശ്വാസിയും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവസാനമായി, പുരോഹിതാനുഗ്രഹം ഭയവും അനിശ്ചിതത്വവും നിറഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്നു. ദൈവം തൻ്റെ മക്കളെ കാത്തു സൂക്ഷിക്കാനും നയിക്കാനും ശക്തിപ്പെടുത്താനും സമാധാനം നൽകുവാനുമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബലഹീനതകളെക്കാൾ വലിയതാണ് അവൻ്റെ കൃപ. അവൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ അധ്യായങ്ങളൊടുവിൽ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അശുദ്ധരെ ശുദ്ധീകരിക്കുന്ന സമ്പൂർണ്ണ വിശുദ്ധൻ യേശുവാണ്. അവൻ പാപികളെ പുനഃസ്ഥാപിക്കുകയും മറഞ്ഞ സത്യങ്ങളെ വെളിപ്പെടുത്തുകയും പൂർണ്ണ സമർപ്പണത്തിലേക്ക് മനുഷ്യരെ വിളിക്കുകയും ചെയ്യുന്നു. സമർപ്പണത്തിൻ്റെ ഏറ്റവും ആഴമുള്ള അർത്ഥവും ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു. ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായി വേർതിരിക്കപ്പെട്ടവനായിരുന്നു. അവൻ്റെ യാഗത്തിലൂടെ വിശ്വാസികൾ വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നു. പുരോഹിതാനുഗ്രഹം ക്രിസ്തുവിൽ പരിപൂർണത പ്രാപിക്കുന്നു. കാരണം അവനിലൂടെ നാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്ഥിരമായി അനുഭവിക്കുന്നു. യേശുവിൽ ദൈവത്തിൻ്റെ മുഖം കരുണയോടും വീണ്ടെടുപ്പോടും കൂടെ മനുഷ്യരിലേക്ക് പ്രകാശിക്കുന്നു. യഥാർത്ഥ മാനസാന്തരമില്ലാതെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെയും കയ്പിനെയും വിട്ടുവീഴ്ചകളെയും ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിലനിർത്തുന്നുണ്ടോ? എൻ്റെ ക്രിസ്തീയ ജീവിതം ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തിലൂടെയാണോ അടയാളപ്പെടുന്നത്? അല്ലെങ്കിൽ ഞാൻ ആത്മീയമായി സുഖാന്വേഷണത്തിലും ലോകത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടലുകളിലും വീണുപോയോ? ഈ വചനങ്ങൾ നാം ചിന്തിച്ചാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.